അപ്പം ഇന്ന് നമ്മൾ ഉച്ചക്കേക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോകാമെന്ന്. ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ നാട്ടിലെ ചോന്നേരി കിട്ടുന്നില്ല, പൊന്നിയേരി മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അതന്നെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ബിരിയാണി ആക്കി തിന്നാൽ നമുക്ക് നല്ലൊരു ആശ്വാസമാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് മീൻ നന്നായി ഒന്ന് ക്ലീൻ ആക്കാം. മീനന്ന് മീൻ മേടിക്കുമ്പോഴേ പറഞ്ഞിട്ട് അവർ നന്നായിട്ട് ചെളുക്കൊന്നും എടുക്കുന്നില്ല. ഇത് നോക്കുക, മീനിൽ ഫുള്ള് ചെളുക്കുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടെങ്കിലേ നമുക്ക് കഴിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ മീൻ നല്ലതായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലീൻ ആക്കിയ മീനെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനെ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഐസാട്ടന്നെ അല്ലേ? സാറില്ല, ശരിയാണ് കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു പാത്രം തരും മുറിച്ചിടാം. ചെറുതാക്കണ്ടല്ലോ, കുറച്ച് വലുത് ആക്കാം അല്ലേ? ചെറുതാക്കി മുറിച്ചതിൻ്റെ ഉള്ളിലേക്ക് നല്ല മസാല ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചാൽ വേറെ പ്രശ്നമുണ്ട്. അത് ഒന്നാകെ പൊടിച്ചു പൊടിഞ്ഞു പൊടിഞ്ഞു. ഹോട്ടലിലെല്ലാകുമ്പോൾ ചെറുതാക്കി മുറിക്കാം. ഇതിങ്ങനെ ഇടാന്നാ തല വേണം. ഇത് തല പ്രശ്നമില്ലല്ലോ. അപ്പം ഇനി മുറിച്ചിട്ട് വേണം. അപ്പോൾ കഴുകി വെച്ച ഉള്ളിയും തക്കാളിയും നമുക്കൊന്ന് മുറിച്ചെടുക്കാം അല്ലേ പെട്ടെന്ന്. മീനെല്ലാം റെഡി ആയില്ലേ? ഇത് മീൻ റെഡി ആയല്ലോ. പിന്നെന്ത് വേണ്ടിയും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുണ്ട്. തക്കാളിയായി. വേറെ എന്താണ്? തൈര്, യോഗട്ട് എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഉള്ളിയും തക്കാളിയിൽ മുറിച്ചിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഉള്ളി മുറിച്ചിട്ടാവാനായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളകും തക്കാളി മുറിക്കാം. ഇത് തക്കാളി മുറിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് മുറിക്കാനെല്ലാം മുറിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, തക്കാളി റെഡി ആയിട്ടുണ്ട്. മീൻ കഴുകിയിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം അപ്പുറത്തുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പം നമുക്ക് നമ്മളെ പാചകത്തിലേക്ക് തുടങ്ങാം അല്ലോ. തുടങ്ങാമല്ലോ. ഐശ്വര്യമായിട്ട് എണ്ണ കൂട്ടിയിട്ട് തുടങ്ങാം. പിന്നെ ഫുൾ പാചകം പ്രതിജ്ഞാക്കിയ ചൂടാവുന്നുണ്ട്. എൻ്റെ ഇടയിൽ ചോറിൻ്റെ അരിയെല്ലാം ഒന്ന് സെറ്റാക്കിക്കാം. ഉള്ളി ഇട്ടു, മുളകിട്ടു, കുറച്ച് ഉപ്പ് ഇട്ടു. ഒന്ന് നന്നായി വഴറ്റി ചേർത്ത് അല്ലേ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് വഴങ്ങിയിട്ട് വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവോലി ബിരിയാണി അല്ലേ? ചെറിയരിയും നമ്മളെ ചുവന്നുള്ളിയും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ വലിയ അരി ഉപയോഗിച്ചല്ലേ. ഇത് നമുക്ക് ചെറിയ മറ്റേ ജീരകശാല റൈസ് വെച്ചിട്ടാക്കാം, നാട്ടിൽ തോന്നുന്നു അല്ലേ. തക്കാളി കൂടി ഇട്ട് കൊടുത്താലോ. ഇത്തെ ചോറിനില്ലേ കുക്കറിൽ വെക്കാം അല്ലേ? ചോറ് കുക്കറിൽ വെക്കാം. നമ്മൾ 2 ഗ്ലാസ് അരിയാന്ന് എടുത്തിട്ടില്ല. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിൽ ഒഴിച്ചിട്ടുണ്ട്. ഗ്രാമ്പു, പട്ട, ഏലക്കി അതെല്ലാം ഇട്ടിട്ട് നെയ്യും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ചോറാക്കി എടുക്കാം. 2 വിസിലുകൊണ്ട് ചോറ് പോകും. എന്തിനു ദമ്മിടാം രണ്ടാമത്? എന്ത് ദമ്മിടും. അപ്പോൾ ചോറാകുന്ന സമയം കൊണ്ട് നമുക്ക് എന്താക്കാറുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം അല്ല. മസാലയ്ക്ക് എന്തെല്ലാം പൊടിയാണ് ഇടുന്നത്? ഗരം മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ, അപ്പോൾ ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി. ഇതല്ലേ കുമിട്ടി? ചെറിയ കുറച്ച് മതി, മുളക് പൊടി അധികം വേണ്ട. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഒരു പേരിന് ആവശ്യമില്ല.
ഇത്ര മസാല മതി കേട്ടോ, കുറേ മസാല വേണ്ട. മസാല കുറേ ഇട്ടെങ്കിൽ ശരിയാവില്ല. കരിവേപ്പില വേണ്ടേ? വേണം. ഇനി മസാലയിലേക്ക് നമുക്ക് കുറച്ച് യോഗട്ട് ഇട്ട് കൊടുക്കാം. യോഗട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. 1 സ്പൂണ് യോഗട്ട് ഇട്ട് കൊടുക്കാം. കുറേ വേണ്ട കേട്ടോ, ഇത്ര മതി. പുളിക്ക് കുറച്ച് ചെറുള്ളി നേരത്ത് ഒഴിച്ചു കൊടുത്തിന്. ഇതും കൂടി ഇടുമ്പോൾ നല്ല മസാലയാവും. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചാൽ കുറച്ച് കറിവേപ്പിലിട്ട് മസാല മീൻ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അല്ലാത്ത ഇതാണ് നമ്മളെ മസാല എന്ന് പറഞ്ഞെങ്കിൽ. ഇനി നമുക്കിതൊന്ന് പൊത്തി വെക്കാം. വേവട്ടെ നല്ല പണം. അപ്പോൾ ചോറ് ഇപ്പുറത്ത് റെഡി ആവുന്നുണ്ട്, മസാല ഇപ്പുറത്ത് റെഡി ആവുന്നുണ്ട്. എന്തൂത്തേ എന്തിട്ടുണ്ടാവും നോക്കട്ടെ. അതിനിടയിൽ നീ ഇതെല്ലാം ആക്കി വെച്ചോ? കച്ചമ്പറല്ല, സാലഡ് പോലെ കക്കരിക്കയും ഉള്ളിയും മാത്രം. കറി എന്തായി? മസാല മസാല നന്നായിട്ട് വേകുന്നുണ്ട്. ഏകദേശം ആവാനായി അല്ലേ? നമ്മളെ ചോറ് ഓക്കെ, ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ദമ്മിടാം. അപ്പോൾ നമുക്ക് ചോറിടാം അല്ലേ ഇതിലേക്ക്? ഏകദേശം മസാല ഒക്കെ ആയിട്ടുണ്ട്. തീ കുറച്ച് കുറക്കാം. ഇനി നമുക്ക് ചോറ് തട്ടി കൊടുക്കാം. ചോറിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്ലിയർ ആക്കിയിട്ട് തട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഫൈനലിസ്റ്റ്. അതിനെന്താക്കാന്ന് പറഞ്ഞാൽ കുറച്ച് നെയ്യ് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണ്, കുറേ വേണ്ട, ഇത്ര നെയ്യും കുറച്ച് മല്ലിച്ചപ്പ്. ഇത് കഴിഞ്ഞ് കുറച്ച് നട്ട്സ് ഇങ്ങനെ നമുക്ക് പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മളെ ഫ്രോസൺ ആക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം, അത് വേണമെന്നപ്പോൾ ഇട്ടാൽ മതി. പൈനാപ്പിൾ ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്ര പോരാ, കുറച്ചും കൂടി ഇടാം, കുറേ വേണ്ട കേട്ടോ. ഒരു പച്ച കളർ കാണാൻ വേണ്ടി മാത്രം. യെസ്. ഇനി നമുക്ക് ഇങ്ങനെ അടച്ചിട്ട് ചെറിയ തീയിൽ കുറച്ചൊരു 3 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം അല്ലേ? ഇതാണ് നമ്മളെ തലശ്ശേരി സ്റ്റൈൽ ദം ഫിഷ് ബിരിയാണി അല്ലേ? എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പാം പാത്രത്തിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക്. ബിരിയാണി സാലഡും അല്ലേ? കഴിക്കാം അല്ലേ? നീ തന്നെ കഴിച്ചു നോക്കത്തെ, ടേസ്റ്റ് പറയാൻ വേണ്ടി. നമ്മൾ ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് പറയും. കുറച്ച് കഴിച്ചിട്ട് പറയും. അല്ലുണ്ട്, നല്ല ബിരിയാണി അതിനാ. എടുത്ത മീനിന് ഒരു നമ്മുടെ നാട്ടിലൊരു മണമില്ലല്ലോ, അതുകൊണ്ടൊരു അത് ഇവിടുത്തെ മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റ് ഇല്ല. ഏത് മീനും ടേസ്റ്റ് കിട്ടുന്നില്ല. പക്ഷെ ബിരിയാണി എങ്ങനെയുണ്ട്? നല്ലുണ്ട്. അപ്പോൾ ഞാനും കഴിച്ചു നോക്കാം അല്ലേ? എങ്ങനെ ഉണ്ടോക്കാം നമ്മളെ ബിരിയാണി, ഫിഷ് ബിരിയാണി. ടേസ്റ്റ് ഉണ്ടല്ലോ. അരി ഇതായതുകൊണ്ട് നല്ലുണ്ട്. ഫിഷ് മസാലയും അത്യാവശ്യം നല്ലുണ്ട്. സാലഡും കൂട്ടി കഴിക്കണം അല്ലേ? മറ്റേ അരി ഇത്ര ടേസ്റ്റ് ചെയ്യുന്നില്ല. ബസ്മതി അല്ല ഇവിടെ വേറെ കിട്ടാതിരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.